സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ടെമ്പോ ട്രാവലർ ഇടിച്ച് യുവാവ് മരിച്ചു. VR പുരം സ്വദേശി ജീസനാണ് മരിച്ചത്. ഭാര്യയ്ക്ക് പരിക്ക്. വടക്കാഞ്ചേരി അകമലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. പട്ടാണിക്കാട് വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്താണ് ആനയിറങ്ങിയത്. തുടർച്ചയായി ആനയിറങ്ങുന്നതിൽ ഭീതി പൂണ്ട് പ്രദേശവാസികൾ. തൃശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ശ്രായിക്കടവ് പാലത്തിൽ വിള്ളൽ. പാലത്തിൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടം സംഭവിക്കുന്നത് പതിവാകുന്നു. തലൂരിൽ സംസ്ഥാനപാതയിൽ റോഡിലെ കുഴികൾ അപകടക്കെണിയാകുന്നു. കുഴികളിൽ വീണ് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവായി. വവ്വാലുകളെ കൊണ്ട് പൊറുതിമുട്ടി വേലൂരിനടുത്ത് വെള്ളാറ്റഞ്ഞൂർ ഗ്രാമം. നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വവ്വാലുകളെ നീക്കം ചെയ്യാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. തെക്ക് കിഴക്കൻ മധ്യപ്രദേശിന് മുകളിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് കളക്ടർ അറിയിച്ചു. ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ടെമ്പോ ട്രാവലർ ഇടിച്ച് ഭർത്താവ് മരിച്ചു. ഭാര്യയ്ക്ക് പരിക്കേറ്റു. പോട്ട പാലസ് ആശുപത്രിക്ക് സമീപത്തെ മാളിയേക്കൽ മാളക്കാരൻ പോളിന്റെ മകൻ 32 വയസ്സുള്ള ജീസനാണ് മരിച്ചത്. ഭാര്യ നിമിഷയ്ക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു അപകടം. ഗുരുതരമായ പരിക്കേറ്റ യുവാവിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോളോ ടയേഴ്സിൽ ഇലക്ട്രീഷ്യനായിരുന്നു ജീസൻ. ചാലക്കുടി മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ ഭാര്യയോടൊപ്പം പോയതാണ്. സിഗ്നൽ തെറ്റിച്ചെത്തിയ ടെമ്പോ ട്രാവലർ റോഡ് മുറിഞ്ഞു കടന്ന ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. എരുമപ്പെട്ടി നെല്ലുവായിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കറുകപ്പത്തൂർ അഖിലാണം തെക്കേപുരക്കൽ വീട്ടിൽ സുമേഷ്, വാസുദേവൻ, അറക്കൽ വീട്ടിൽ അജ്മൽ എന്നിവർക്കാണ് പരിക്ക്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്ര കവാടത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു സംഘം. എതിരെ വന്നിരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ കാനയിലേക്ക് മറയുകയായിരുന്നു. കാറിടിച്ച് കാനയോട് ചേർന്നുള്ള വീടിന്റെ മതിൽ തകർന്നു. കാനയുടെ കോൺക്രീറ്റ് സ്ലാബിലിടിച്ച് കാറിന്റെ മുൻവശവും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പരിക്കേറ്റ യാത്രക്കാരെ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വടക്കാഞ്ചേരി അകമലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. അകമല പട്ടാണിക്കാട് പ്രദേശത്തെ വനാതിർത്തിയോട് ചേർന്നുള്ള വീട്ടുവളപ്പിലാണ് ആനയെത്തിയത്. ഇവിടെ വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി ഈ പ്രദേശത്ത് സ്ഥിരമായി ആന വരുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ നിരവധി തവണ വനം വകുപ്പിൽ അറിയിച്ചിട്ടും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടാന ഇഞ്ചി, വാഴ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. തെങ്ങ് ഇലക്ട്രിക് ലൈനിലേക്ക് മറച്ചിട്ട നിലയിലാണ്. ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ആന ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ 3ാമത്തെ ദിവസം അപ്പോൾ വന്നത് സ്ഥിരമായിട്ട് വന്നത്. ഇതിൽ ഈ റോഡ് ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തി കിടക്കുമ്പോൾ ഈ റോഡ് ഇങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ കയറിയിട്ട് ഈ പുല്ല് തിന്ന് ഈ പാഴ പിടിച്ച് ഇങ്ങനെ നേരെ റോഡേ പോവുകയാണ്. ഇതിന് മുമ്പേ വന്നിട്ട് അവിടെ തെങ്ങൊക്കെ പടുത്തി കളഞ്ഞു. അപ്പോൾ ഫോറസ്റ്റുകാർക്ക് വന്ന് പരാതി കൊടുത്ത് ഞങ്ങൾ ഇത് അതിൻ്റെ അടുത്ത് വേറെ നല്ല തെങ്ങ് കണ്ടില്ല, ഇത് കണ്ടില്ല എന്നൊക്കെ ചോദിക്കണവർ. ഈ തെങ്ങ് കണ്ടില്ലെന്ന് ഇന്ന് വന്നവർക്ക് ചവിച്ചു പോകുന്നത്. ഇതൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരോട് സങ്കടം പറയണത്? തൃശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൽ വിള്ളൽ. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ സ്രായിക്കടവ് പാലത്തിലാണ് വിള്ളൽ കണ്ടത്. 2005-ൽ നിർമ്മിച്ച സ്രായിക്കടവ് പാലത്തിൽ 2 വർഷം മുൻപാണ് വിള്ളൽ രൂപപ്പെട്ടത്. പാലത്തിന്റെ അടിവശത്തെ തൂണുകൾ ആകുന്നതോടെ റോഡിൽ വിള്ളൽ രൂപപ്പെടുകയായിരുന്നു. ആധുനിക രീതിയിൽ നവീകരിച്ച റോഡിലൂടെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ പാലത്തിലെ വിള്ളലിൽ ചാടുമ്പോൾ നിയന്ത്രണം വിടുന്നത് പതിവാണ്. 3 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച പെരുന്തുരുത്തിയിലെ പുളിക്കക്കടവ് പാലത്തിൽ വെള്ളക്കെട്ടും യാത്രക്കാർക്ക് ദുരിതമാവുകയാണ്. പാടത്തിന് കുറുകെ നിർമ്മിച്ച പാലത്തിലും അപ്രോച്ച് റോഡിലും മഴക്കാലത്ത് വെള്ളം കയറി ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് പതിവാണ്. പഴഞ്ഞിയിൽ നിന്ന്
ചങ്ങരംകുളം വഴി പൊന്നാനിയിലേക്ക് പോകാവുന്ന എളുപ്പവഴിയായതിനാൽ ഒട്ടേറെ വാഹനങ്ങളാണ് ഈ വഴി പോകുന്നത്. ഇരുപാലത്തിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തലൂരിൽ റോഡിലെ കുഴികൾ അപകടക്കെണിയാകുന്നു. കുഴികൾ നികത്താത്തത് അധികൃതരുടെ അനാസ്ഥയെന്ന് ആക്ഷേപം. സംസ്ഥാന പാതയിൽ തലൂർ സെന്ററിലെ കുഴിയിൽ അപകടങ്ങൾ പതിവായിട്ടും കണ്ണു തുറക്കാതെ പൊതുമരാമത്ത് വകുപ്പ്. കുഴിയിൽ വീണ് നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. തിരക്കേറിയ സെന്ററിൽ രൂപപ്പെട്ട കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അപകട സാധ്യതയേറുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ ബൈക്ക് യാത്രക്കാരൻ തെറിച്ചു വീണ് പരിക്കേറ്റിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ 5 ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. കുഴിയിൽ വീണ് വലിയ വാഹനങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നതും പതിവാണ്. വീതി കുറഞ്ഞ റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ ഇതിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിച്ചെടുക്കുന്നതും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. നാട്ടുകാരുടെ പരാതി വ്യാപകമാകുമ്പോൾ ക്വാറി വേസ്റ്റ് ഇട്ട് കുഴികൾ നികത്തുകയാണ് അധികൃതർ ചെയ്യുന്നത്. പലതവണ താൽക്കാലികമായി കുഴികൾ നികത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പാതയോരത്ത് ചെളി നിറഞ്ഞ അവസ്ഥയാണ്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ചെളി തെറിക്കുന്നതായും പരാതിയുണ്ട്. മഴ മൂലമാണ് ടാറിങ്ങിന് തടസ്സമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ദിവസങ്ങളോളം മഴ ഒഴിഞ്ഞു നിന്ന സമയത്തും കുഴികൾ നികത്താൻ തയ്യാറാകാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. TCV ന്യൂസ്, പുതുക്കാട്. സംസ്ഥാനം മുഴുവൻ നിപ്പ ഭീതിയിൽ കഴിയുമ്പോൾ ആയിരക്കണക്കിന് വവ്വാലുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വെള്ളാറ്റഞ്ഞൂർ ഗ്രാമം. പ്രദേശത്തുള്ള കൂറ്റൻ മരങ്ങൾക്ക് മുകളിലാണ് വവ്വാലുകൾ താമസിക്കുന്നത്. രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന ഇവയുടെ വിസർജ്യം കിണറുകളിലും ശുദ്ധജല ടാങ്കുകളിലും മറ്റിടങ്ങളിലും എത്തുന്നത് ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. മാവ്, തേക്ക്, മഹാഗണി, മട്ടി തുടങ്ങിയ വലിയ വൃക്ഷങ്ങൾക്ക് സമീപം പടക്കം പൊട്ടിച്ച് ഇവയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം ഇവ തിരിച്ചെത്തുന്ന അവസ്ഥയാണുള്ളത്. രാത്രിയിൽ വവ്വാലുകളുടെ ശബ്ദവും നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഫലങ്ങൾ ഭീതി മൂലം കഴിക്കാൻ സാധിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. വർഷങ്ങളായിട്ട് ഈ വവ്വാലുകളോട് താമസമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ്. കിണറുകളിലൊക്കെ അവർ കാഷ്ടിച്ചിടുന്നുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെടുന്നത്. നിപ്പ വൈറസിന്റെ ഗൗരവം കണക്കിലെടുത്ത് വവ്വാലുകളെ നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, എരുമപ്പെട്ടി. ജില്ലയിൽ 3 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും. വെള്ളാങ്ങല്ലൂർ ബ്ലോക്കിലെ കൊമ്പത്തുകടവ് ഡിവിഷൻ, പാവറട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡ്, മുള്ളൂർക്കര 11-ാം വാർഡ് എന്നിവിടങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രചാരണ കുട്ടിക്കലാശത്തിന്റെ ഭാഗമായി LDF-ന്റെ നേതൃത്വത്തിൽ വാർഡുകളിൽ റോഡ് ഷോയും പൊതുയോഗങ്ങളും നടത്തി. കൊമ്പത്തുകടവ്, മുള്ളൂർക്കര, പാവറട്ടി, കാളാനി എന്നിവിടങ്ങളിൽ സുമിത ദിലീപ്, KB ജയദാസ്, ബബിത സുരേഷ് എന്നിവരാണ് LDF-നായി മത്സരരംഗത്തുള്ളത്. നസിയ മർസൂഖ്, NS വർഗീസ്, ഷജിനി സന്തോഷ് UDF സ്ഥാനാർത്ഥികളായും ചിന്നു സജീഷ്, K സുരേന്ദ്രൻ, സരിത രാജീവ് എന്നിവർ NDA സ്ഥാനാർത്ഥികളായും മത്സരരംഗത്തുണ്ട്. കനത്ത മഴയെ തുടർന്ന് പത്താഴക്കുണ്ട് ഡാം നിറഞ്ഞതിനെ തുടർന്ന് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. പരമാവധി ജലസംഭരണ ശേഷി 14 മീറ്ററുള്ള ഡാമിൽ ജലനിരപ്പ് 13 മീറ്ററായി ഉയർന്നതോടെയാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം ചീപ്പുചിറ, മിണാലൂർ, കുറ്റിയങ്കാവ്, പെരിങ്ങോടുചിറ വഴി പുഴയ്ക്കൽ എത്തിച്ചേരും. കനത്ത മഴയെ തുടർന്ന് വാഴാനി ഡാം ഷട്ടർ 3 സെന്റിമീറ്റർ കൂടി തുറന്നു. കനത്ത മഴ തുടരുന്നതിനാൽ വടക്കാഞ്ചേരി പുഴയിൽ ശക്തമായ ഒഴുക്കുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. മണ്ണുത്തി കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഷിരൂരിൽ എത്തി. മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തുവാനുള്ള തെരച്ചിലിനായി കാർഷിക സർവകലാശാലയുടെ ഡ്രഡ്ജർ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വിദഗ്ധ സംഘം ഷിരൂരിലെത്തിയത്. ഡയറക്ടർമാരായ AJ വിവൻസി, VS പ്രജീഷ് എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് സംഘത്തിലുള്ളത്. സ്ഥലത്ത് ഡ്രഡ്ജിംഗ് യന്ത്രം അനുയോജ്യമാണോ എന്ന് സംഘം പരിശോധിക്കും. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി മേഖലയിൽ 3 സ്ഥലത്ത് മതിൽ ഇടിഞ്ഞു വീണു. എരുമപ്പെട്ടി ഹോപ്പ് സ്കൂൾ, സ്കൈ മണ്ഡപം എന്നിവയുടെ കോമ്പൗണ്ട് മതിലും തിപ്പല്ലൂർ ശങ്കരൻകാവ് റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മതിലും വെള്ളറക്കാട് ശ്രീരാമസ്വാമി റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുന്നിലെ മതിലുമാണ് തകർന്നു വീണത്. മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് മതിലുകൾ നിലംപൊത്തിയത്. എരുമപ്പെട്ടി, നെല്ലുവായ്, മണ്ടംപറമ്പ്, പാഴിയൂട്ടുമുറി, വെള്ളറക്കാട്, മനപ്പടി, കൂടക്കുഴി പ്രദേശങ്ങളിൽ റോഡിന്റെ പല ഭാഗങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. പല സ്ഥലങ്ങളിലും കാനകൾ അടഞ്ഞതിനെ തുടർന്നാണ് വെള്ളം റോഡിലേക്ക് കയറി ഒഴുകുന്നത്. നെല്ലുവായ്
നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞതിനെ തുടർന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് റോഡ് വെള്ളം മൂടിയ അവസ്ഥയിലാണ്. വാഴാനി ഡാം തുറന്നതിനാൽ എരുമപ്പെട്ടി പുഴയിലെ ജലനിരപ്പ് ഉയർന്ന് നെല്ലുവായി പാടശേഖരത്തിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. പീച്ചി ഡാം ഷട്ടറുകൾ തുറന്നു. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ അധിക ജലം പുറത്തേക്ക് ഒഴുകി ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായാണ് ഷട്ടറുകൾ തുറന്നത്. 4 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. മണലി, കരുവന്നൂർ പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ സമീപവാസികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴകളിൽ മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പീച്ചി ഡാമിലെ ജലനിരപ്പിന്റെ തോത് ഓരോ മണിക്കൂർ ഇടവേളകളിലും ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ഇറിഗേഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാറളം പഞ്ചായത്തിലെ മുള്ളക്കരയിൽ മിന്നൽ ചുഴലി 5 വീടുകൾക്ക് നാശം സംഭവിച്ചു. മുല്ലക്കര മൂന്നില ക്ഷേത്രത്തിന് സമീപം കൈരളി നഗറിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് ചുഴലിക്കാറ്റ് വീശിയത്. ചുറ്റാട്ടുകരക്കാരൻ ആന്റോ, എടപ്പലത്ത് ചന്ദ്രൻ, എടക്കാട്ടിൽ സുബീഷ്, എടക്കാട്ടിൽ പരമേശ്വരൻ, പഴയടത്ത് ഹരിഹരൻ എന്നിവരുടെ വീടുകൾക്കാണ് നാശമുണ്ടായത്. ആന്റോയുടെ വീടിന്റെ മുകളിൽ വലിയ മാവ് വീണു. ചക്കാലക്കൽ പ്രകാശിന്റെ വീട്ടിലെ ഉപകരണങ്ങൾ തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ വീടിന്റെ മുകളിൽ തെങ്ങ് വീണിരുന്നു. മിന്നൽ ചുഴലിയുണ്ടായ മുള്ളക്കരയിൽ തകർന്ന വീടുകൾ CC മുകുന്ദൻ MLA സന്ദർശിച്ചു. ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ തന്നെ നമുക്ക് വളരെ ദയനീയമായ അവസ്ഥയാണ് കണ്ടത്. കാരണം പെട്ടെന്ന് വീടിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായി ഈ കുടുംബങ്ങൾക്ക് അവരെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സഹായം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ അകത്ത് സർക്കാരോട് ഇപ്പോൾ ചെയ്യുന്ന അടിയന്തരം ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു സമയപരിധികളുണ്ട്. അപ്പോൾ സർക്കാർ എന്തായാലും ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടുള്ള കുടുംബക്കാർക്ക് ധൈര്യമായിട്ട് ഇരിക്കാം. പക്ഷേ ഒരു ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഭയപ്പാടിൽ പരിഹരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ തന്നെ അതിന് പരിഹാരമായ രീതിയിലുള്ള ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ പ്രഖ്യാപനം ഉണ്ടായി. കനത്ത മഴയിൽ പാലപ്പള്ളി എച്ചിപ്പാറ പ്രദേശത്ത് മലവെള്ളപ്പാച്ചിൽ. എച്ചിപ്പാറ സ്കൂളിന് സമീപത്തെ തോട് കരകവിഞ്ഞു. സമീപത്തെ വീടുകളിലും പറമ്പുകളിലും വെള്ളം ഇരച്ചുകയറി. കലങ്ങിയ ചെളിവെള്ളം കുത്തിയൊലിച്ചു വന്നതോടെ നാട്ടുകാർ ഉരുൾപൊട്ടിയെന്ന ആശങ്കയിലായി. 15 മിനിറ്റോളം ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കനത്ത നീരൊഴുക്കിൽ എച്ചിപ്പാറ ചക്കുങ്ങൽ നസീറിന്റെ വീട്ടുമതിൽ തകർന്നു. പൂവത്തിങ്കൽ അയ്യൂബിന്റെ വീട്ടിലും എച്ചിപ്പാറ മദ്രസയിലും വെള്ളം കയറി. താമസിയാതെ പാലപ്പള്ളി സെന്ററിലേക്ക് മലവെള്ളം കുത്തിയൊലിച്ചെത്തി. കൊച്ചിൻ മലബാർ റബ്ബർ എസ്റ്റേറ്റിലെ കാനകൾ കവിഞ്ഞാണ് സെന്ററിൽ വെള്ളമെത്തിയത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന മഴയിൽ റോഡ് വെള്ളക്കെട്ടിലായി. ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലായി. തോട്ടത്തിലെ കാനകൾ വേണ്ടവിധം ശുചീകരിക്കാത്തത് വെള്ളക്കെട്ടിന് കാരണമാകുന്നതെന്ന് ആരോപണമുണ്ട്. ഉയർന്ന ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വെള്ളം തോട്ടത്തിലെ കാനകളിലൂടെ ഒഴുക്കിവിടാൻ കമ്പനി അധികൃതർ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുത്തിയൊഴുകിയെത്തുന്ന വെള്ളം റോഡ് തകരാൻ ഇടയാക്കുമെന്ന ആശങ്കയുണ്ട്. കോടികൾ ചെലവഴിച്ച് മാസങ്ങൾക്ക് മുൻപാണ് പാലപ്പള്ളി ചിമ്മിനി ഡാം റോഡ് നവീകരിച്ചത്. തീരക്കടലിൽ അനധികൃത മത്സ്യബന്ധനം വ്യാപകം. നിരോധനം മറികടന്ന് തീരക്കടലിൽ കരവലി എന്ന അനധികൃത മത്സ്യബന്ധനം നടക്കുന്നു. രാത്രി മുതൽ നേരം പുലരും വരെ തീരക്കടലിന്റെ അടിത്തട്ട് പോലും അരിച്ചു പറക്കുന്ന മത്സ്യബന്ധന രീതി മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു. നിരോധിത പെലാജിക് വലകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഒരേ സമയം 2 വള്ളങ്ങളിൽ ഘടിപ്പിച്ച പെലാജിക് വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതിയാണ് കരവലി. അവർ 9-ന്റെയും 25-ന്റെയും എഞ്ചിൻ വെച്ച് കഴിഞ്ഞ് ഈ ഡബിൾ നെറ്റ് വലിക്കുകയാണ്. അത് ഞങ്ങൾ ഈ ചെറുവഞ്ചിക്കാർ ഈ അരിയത്തുനിന്ന് കിട്ടുന്നതിൻ്റെ ഉള്ളിലാണ്. അത് കുറേ ഉള്ള വലയം കൊണ്ട് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത്. അത് കരമൽ കൂടെ ബസ് ഓടുന്ന വേഗതയിലാണ് ഇവർ വലിക്കണത്. ഒരെണ്ണം 2 എണ്ണമില്ല, ആയിരക്കണക്കിന്. ഞങ്ങളും 8-9 മണിയാകുമ്പോൾ ഞങ്ങൾ ഈ എന്തെങ്കിലും നീട്ടി ഈ ചെറിയ മീൻ വെച്ച് പൊളിച്ച് വരുമ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടാനൊന്നും നിർത്തിയില്ല. എന്താണ് അരിയത്തൊന്നുമില്ല, ഒരു ചെളി അടക്കം വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ പിന്നെ ബോട്ടുകാരെ നിരോധിക്കേണ്ട കാര്യമില്ല. ബോട്ട് വലിക്കണം, ഒരു ബോട്ട് അല്ല വലിക്കണം. ഇത് 2 വഞ്ചി കൂടിയാണ് ഈ വലിക്കണത്. എന്തോരകലത്തിൽ രാത്രികാലങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ തീരക്കടലിൽ എത്തുക പതിവാണ്. ഇവയെ അപ്പാടെ കോരിയെടുക്കുകയാണ് കരവലിക്കാർ ചെയ്യുന്നത്. അനധികൃത മത്സ്യബന്ധനത്തെ ചൊല്ലി കരവലി തൊഴിലാളികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും തമ്മിൽ സംഘർഷമുണ്ടാകാറുമുണ്ട്. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് കരവലി നടത്തുന്നതിലൂടെ ഇവ കൂട്ടത്തോടെ നശിക്കും. നിശ്ചിത വലിപ്പത്തിൽ കുറവുള്ള മത്സ്യങ്ങളെ പിടിക്കുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ്. അതുകൊണ്ട് തന്നെ വലയിൽ കൂട്ടത്തോടെ അകപ്പെട്ട് ചത്തുപോകുന്ന കുഞ്ഞു മത്സ്യങ്ങളെ കടലിൽ തന്നെ തള്ളുകയാണ് പതിവ്. കടലിന്റെ അടിത്തട്ട് മൺസൂൺ മാസങ്ങളിൽ നിങ്ങൾ ഇളക്കരുത്. പ്രജനനം നടക്കുന്ന മാസമുണ്ട്. ഇപ്പം ഇത് കഴിഞ്ഞാലും നമുക്ക് വേനപ്പായാലൊന്നും 10 രൂപയുടെ മീൻ കിട്ടാത്ത അവസ്ഥയിൽ വരും. കടല്
ഇളക്കി മറിക്കുന്ന സ്ഥിതികളാണ്. ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്കും ജീവിക്കാം. ഞങ്ങളും മക്കളും ഭാര്യയായിട്ടൊക്കെ ജീവിക്കുന്നവരാണ്. ഇവർക്ക് മാത്രം ഇങ്ങനെ ഇവർ വലിച്ച് ഒരു ട്രിപ്പിൽ 10 ലക്ഷം റുപ്യ 5 ലക്ഷം റുപ്യ കിട്ടിങ്ങാട്ട് ഇവർ കൊണ്ടുപോയി വെക്കണം. ബാക്കി ആരും ഇവർ ശ്രദ്ധിക്കണില്ല, അധികാരികളും ശ്രദ്ധിക്കണില്ല. പോലീസിനോടും പറയണ്ടേ, ഞങ്ങൾ ഫിഷറി സ്റ്റേഷനോടും പറയണ്ടേ. ഇനി എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും കടലിന്റെ സാഹചര്യം നോക്കി വലയിട്ടാണ് മത്സ്യബന്ധനം നടത്തുന്നത്. അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള തീരക്കടലിൽ കരവലി നടക്കുന്നതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇത്തരക്കാർക്ക് അധികൃതർ ഒത്താശ ചെയ്യുന്നതായും പരാതിയുണ്ട്. കരവലി നിർബാധം തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരം വള്ളങ്ങളെ കടലിൽ തടയാനുള്ള ആലോചനയിലാണ് പരമ്പരാഗത തൊഴിലാളികൾ. കരവലിക്കെതിരെ കർശന നടപടി ഉണ്ടാകാത്ത പക്ഷം തീരമേഖലയിൽ സംഘർഷത്തിനും സാധ്യതയുണ്ട്. TCV കൊടുങ്ങല്ലൂർ. കോടശ്ശേരി പഞ്ചായത്തിൽ ഭരണസമിതിയുടെ പരാജയം മറച്ചുവെക്കാൻ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കുകയാണെന്ന് ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടുവന്ന പ്രമേയത്തിൽ വിയോജിച്ച് പ്രതിപക്ഷം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിലായി 6 കോടിയുടെ പദ്ധതി പാഴാക്കിയെന്നാരോപിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ പ്രസിഡന്റ് കൊണ്ടുവന്ന പ്രമേയം പിൻവലിക്കണമെന്ന് LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് വഴങ്ങാതായപ്പോൾ പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. തുടർന്ന് ഓഫീസ് കവാടത്തിൽ നടന്ന പ്രതിഷേധ യോഗം EA ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. R ബാബു അധ്യക്ഷത വഹിച്ചു. PC നിഖിൽ, VJ വില്യംസ്, ഉഷ ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്രകുമാർ സ്കൂളിനടുത്തെ അപകടക്കുഴി ദേശീയപാത അധികൃതർ അടച്ചു. ഏതാനും ദിവസങ്ങളായി നിരവധി അപകടങ്ങളാണ് ഈ കുഴി മൂലം ഉണ്ടായത്. കൂടുതലായും ബൈക്ക് അപകടങ്ങളാണ്. മഴ കനത്താൽ ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ അപകടക്കുഴികൾ രൂപപ്പെടാറുണ്ട്. സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ നടത്തി അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഏകദിന പഠന ക്യാമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, AICC അംഗം അനിൽ അക്കര, സുനിൽ ലാലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടുന്നുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഈ കൂട്ടത്തിൽ. അപ്പൊ അങ്ങനെ നമ്മൾ പ്രവർത്തകർ മത്സരിക്കുന്ന വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് നമ്മുടെ പാർട്ടി നേതൃത്വം ഒരു വർഷവും ഗുരുവായൂർ നഗരത്തിൽ തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കുവാൻ നടപടിയെടുക്കണമെന്ന് കൌൺസിലിൽ ആവശ്യം. കഴിഞ്ഞ ദിവസം മഞ്ചുളാൽ ജംഗ്ഷൻ മുതൽ കൈരളി ജംഗ്ഷൻ വരെ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നിരുന്നു. എന്നാൽ ലൈറ്റുകൾ പകൽ കത്തുകയും രാത്രിയിൽ അണഞ്ഞുകിടക്കുന്നതായും കൌൺസിലർമാർ പരാതിപ്പെട്ടു. നഗരത്തിലെ ശുചിമുറി, മാലിന്യമടക്കമുള്ളവ ചക്കംകണ്ടം കായലിലാണ് ഒഴുകിയെത്തുന്നതെന്ന് കൌൺസിലർ KM മഹ്റൂഫ് പരാതിപ്പെട്ടു. നഗരസഭയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് പകർപ്പ് നൽകാതെ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് കൌൺസിലിൽ തർക്കമായി. പ്രൊഫസർ PK ശാന്തകുമാരിയാണ് വിഷയം ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, ശോഭ ഹരിനാരായണൻ എന്നിവരും പകർപ്പ് ലഭിക്കാതെ ചർച്ച നടത്താനാവില്ലെന്ന് അറിയിച്ചു. യോഗത്തിൽ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ UDF അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ വാടകക്കാരിൽ 3 പേരുടെ വാടക കരാർ പുതുക്കി നൽകേണ്ടതില്ലെന്ന ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന തീരുമാനത്തിനെതിരെയാണ് UDF അംഗങ്ങൾ പ്രതിഷേധിച്ചത്. UDF അംഗങ്ങളായ OJ ഷാജൻ, ഗ്രേസി ജേക്കബ്, ഷെരീഫ് ചിറക്കൽ, മിനി ലിയോ എന്നിവരായിരുന്നു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. CPI അംഗമായ നിഷ സുരേഷും പ്രസ്തുത തീരുമാനത്തിൽ ഭരണസമിതിക്കെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. കുടിശ്ശികയുണ്ടായിരുന്ന തുക ജൂൺ മാസം വരെയുള്ളത് അടച്ചു തീർത്ത സ്ഥിതിക്ക് ആ മുറികൾ അവർക്ക് തന്നെ നൽകുന്നത് മനുഷ്യത്വപരമായ കടമയാണെന്ന് അംഗങ്ങൾ പറഞ്ഞു. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OJ ഷാജൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. പ്രതിഷേധാർഹം തന്നെയാണ്. UDFിലെ 4 അംഗങ്ങളും ആ തീരുമാനത്തിനെതിരെ കൃത്യമായും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറെ സന്തോഷകരമായ മറ്റൊന്ന്, ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന CPIയുടെ ഒരു അംഗവും ഈ തീരുമാനത്തോട് വിയോജിച്ചുകൊണ്ട് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താൻ മുന്നോട്ട് വന്നു എന്നുള്ളത് ഏറെ ശ്ലാഘനീയം തന്നെയാണ്. കടവലൂർ പഞ്ചായത്തിലെ പൊറവൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. കാലവർഷം കനത്തതോടെ റോഡ് തകരുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തതിനാൽ കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. കരിക്കാട്, ചോല, പൂങ്കാവനത്തിലേക്കുള്ള പ്രധാന പാത കൂടിയാണത്. വെൽഫെയർ പാർട്ടി കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ആസിയ അധ്യക്ഷത വഹിച്ചു. MN സലാഹുദ്ദീൻ, ഷമീർ മുഹമ്മദ്, സഫിയ ഷംസുദ്ദീൻ, സുമയ്യ കരീം എന്നിവർ പങ്കെടുത്തു.
പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കാട്ടാകമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി പട്ടിത്തടം റോഡുകളിലെ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ പരിപാടിക്ക് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷഹീർ കോട്ടോൾ, വൈസ് പ്രസിഡന്റ് MS ശ്രാവൺ, പ്രിൻസ് കാഞ്ഞിരത്തിങ്കൽ, MC പ്രഭു എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും കൈപ്പറമ്പ് പഞ്ചായത്തിലെ റോഡുകൾ ടാർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ യോഗവും ബൈക്ക് റാലിയും നടത്തി. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടൂണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി റാണി ആന്റോ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര, മണ്ഡലം സെക്രട്ടറി സേവ്യർ സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ പദ്ധതിയായ വന്യമിത്ര പദ്ധതിയും സർക്കാർ പദ്ധതിയും ഏകോപിപ്പിച്ച് വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അത്താണിയിൽ നടന്ന കർഷക സംഘം സ്പെഷ്യൽ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മുണ്ടകൻ കൃഷിക്ക് മുൻപായി പന്നികളെ തുരത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MR അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം MM അവറാച്ചൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MS സിദ്ധൻ, E ഉമാലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ചേർപ്പ് പെരുമ്പള്ളിശ്ശേരി സെൻട്രലിൽ റോഡരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. ചേർപ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കർ പ്രസാദ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കഞ്ചാവ് ചെടി പറിച്ചെടുത്തു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു. തണ്ണീർത്തടം നികത്തുന്നതിനെതിരെ CPM കുറ്റിലക്കടവ് ബ്രാഞ്ച് കമ്മിറ്റി പെരിഞ്ഞനം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സർക്കാർ തണ്ണീർത്തടമായി പ്രഖ്യാപിച്ച പെരിഞ്ഞനം വില്ലേജ് ഓഫീസിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ 6 സെന്റ് സ്ഥലം നികത്തുന്നത് തടയാൻ റവന്യൂ അധികൃതർ നടപടിയെടുത്തില്ലെന്നാരോപിച്ചായിരുന്നു മാർച്ച്. CPM പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA സുധീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി KS സെയ്ദ് മുഹമ്മദ് അധ്യക്ഷനായി. CK ഗിരിജ, KS ദിലീപ് കുമാർ, NK അബ്ദുൽ നാസർ, സരിത കണ്ണൻ, PK ശശി, സിനി സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന് വിളിച്ചു വരുത്തി ഇനി ഭൂമി ഒരു തണ്ണീർത്തടം നികത്തുന്നതിന് ആധാരമായ വിഷയമാണ്. മാള സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗമായ ഷിൻഡോ എടാട്ടുകാരനെ വായ്പാ കുടിശ്ശികയുടെ പേരിൽ അയോഗ്യനാക്കിയതായി ജോയിന്റ് രജിസ്ട്രാർ അറിയിച്ചു. ബാങ്ക് പ്രസിഡന്റായ ജോഷി പെരേപ്പാട് നൽകിയ കത്തിന്റെയും തുടർന്നുള്ള അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടിയുണ്ടായത്. സ്വന്തം നിലയിലും ജാമ്യത്തിലും വായ്പാ കുടിശ്ശിക ഉണ്ടെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ബസ് യാത്രയ്ക്കിടെ നഷ്ടപ്പെട്ട പണമടങ്ങിയ പേഴ്സ് തിരികെ നൽകി ബസ് ജീവനക്കാർ മാതൃകയായി. മരത്താക്കര സ്വദേശി മകളുടെ ഫീസ് അടയ്ക്കുന്നതിന് വെച്ചിരുന്ന പണമടങ്ങിയ പേഴ്സാണ് തൃശൂർ മണ്ണമ്പേട്ട റൂട്ടിലോടുന്ന വിനായക ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടത്. ബസ്സിലെ ക്ലീനർ ഉല്ലൂർ സ്വദേശി അലൻ ഉൾപ്പെടെയുള്ള ബസ് ജീവനക്കാർ ഉല്ലൂർ സ്റ്റേഷനിൽ വെച്ച് ഉടമയ്ക്ക് പേഴ്സ് കൈമാറി. ഡിജിറ്റൽ ലാൻഡ് സർവേ 3ാം ഘട്ടത്തിൽ എളവള്ളി വില്ലേജിനെ ഉൾപ്പെടുത്തുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. 4 മാസത്തിനുള്ളിൽ 3ാം ഘട്ട സർവേ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എളവള്ളി പഞ്ചായത്തിലെ 10ാം വാർഡിൽ അക്ഷര സ്മാർട്ട് അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി. കളിമുറ്റം, കളി ഉപകരണങ്ങൾ, ആധുനിക ഇരിപ്പിടങ്ങൾ, റാമ്പ് തുടങ്ങിയ സ്മാർട്ട് അങ്കണവാടിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് തുടങ്ങിയവർ സംസാരിച്ചു. മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്നും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് BJP മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ആശുപത്രിക്ക് മുൻപിൽ നടത്തിയ ധർണ BJP സംസ്ഥാന കൌൺസിൽ അംഗം KA സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷനായി. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പടമാടൻ, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് KK അജയകുമാർ, CK സജീവൻ, IA രാഗിൻ, ദേവസിക്കുട്ടി ചങ്കൻ, ഷാജു മറ്റത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊണ്ടാഴിയിൽ രാധയ്ക്കും മകൾക്കും തലചായ്ക്കാൻ ഇടമൊരുങ്ങി. കൊണ്ടാഴി പഞ്ചായത്തിലെ 7ാം വാർഡിലെ തകരമട വീട്ടിൽ രാധയ്ക്കും മകൾക്കുമാണ് സ്വന്തമായി ഒരു ഭവനമെന്ന സ്വപ്നം പൂവണിഞ്ഞത്. തൃശൂർ കൂട്ടാല മുളങ്കുഴി വീട്ടിൽ ബിജോയും ഭാര്യ ഉഷസുമാണ് വീടൊരുക്കിയത്. ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് കാരുണ്യ പ്രവൃത്തിക്ക് വഴിയൊരുക്കിയത്. ഭവനത്തിന്റെ താക്കോൽദാനം കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു. പാസ്റ്റർ MR ബാബു അധ്യക്ഷത വഹിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി, വാർഡ് അംഗം ബിജു തടത്തിവിള തുടങ്ങിയവർ സംസാരിച്ചു.
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായ മാറ്റം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട നീലാക്ഷി ചൌള മാധവ് എന്നീ ഉദ്യോഗസ്ഥരാണ് സ്കൂളിലെത്തിയത്. കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 6 സ്കൂളുകളിൽ മാത്രമാണ് കേന്ദ്ര സംഘം സന്ദർശിച്ചത്. SSK ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ NK രമേശ്, കൊടകര ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ VB സിന്ധു എന്നിവരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. പ്രധാന അധ്യാപിക MB ഉഷ, PTA പ്രസിഡന്റ് CK സന്ദീപ് കുമാർ, മറ്റ് PTA അംഗങ്ങളും അധ്യാപകരും ചേർന്ന് ഉദ്യോഗസ്ഥരെ സ്വീകരിച്ചു. CLCയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഇഗ്നീഷ്യസ് ലയോളയുടെ അതിരൂപതാതല അനുസ്മരണം പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നടന്നു. സമ്മേളനത്തിന് മുന്നോടിയായി മാന്നാമംഗലത്ത് നിന്ന് പതാക പ്രയാണവും കൊഴുക്കുളിയിൽ നിന്ന് ഛായാചിത്ര പ്രയാണവും പുത്തൂരിൽ എത്തിച്ചേർന്നു. പൊതുസമ്മേളനം മാർ ടോണി നിലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. CLC തൃശൂർ അതിരൂപത പ്രസിഡന്റ് ജെറിൻ ജോസ് അധ്യക്ഷത വഹിച്ചു. അതിരൂപത CLC പ്രൊമോട്ടർ ഫാദർ ഫ്രജു വാഴപ്പള്ളി, പുത്തൂർ ഫൊറോന വികാരി ഫാദർ ജോജു പനയ്ക്കൽ, സഹവികാരി ഫാദർ നിർമ്മൽ അക്കരപ്പട്ടിയേക്കൽ, CLC അതിരൂപത സെക്രട്ടറി ഗ്ലോറിൻ ജോയ്, കൺവീനർ നൈബിൻ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. മിനിമം ജീവിതാവശ്യങ്ങൾക്ക് പോലും തികയാത്ത പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, KB രാമകൃഷ്ണൻ, TA വേലായുധൻ, PS സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വേണ്ടത്ര ചർച്ച നടത്താതെയും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 2ാം ഭാഗം പുറത്തുവിടാതെയും പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി ലയനം നടപ്പിലാക്കുവാൻ ശ്രമിച്ചാൽ ശക്തിയായി എതിർക്കുമെന്ന് കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ തൃശൂർ റവന്യൂ ജില്ലാ കമ്മിറ്റി അറിയിച്ചു. സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് NB മധു ഉദ്ഘാടനം ചെയ്തു. റവന്യൂ ജില്ലാ പ്രസിഡന്റ് KR സതീശൻ അധ്യക്ഷത വഹിച്ചു. CC ഷാജു, CP ആന്റണി, P പ്രശാന്ത്, സുനിൽകുമാർ KP, ബിജു PA തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ അൽഫോൻസ നഗർ കുരിശുപള്ളിയിലെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തിരുനാളിന്റെ ഭാഗമായി നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആൻസൺ നിലങ്കാവിൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ജോമോൻ മങ്ങാട്ടളിയൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഡെബിൻ ഒലക്കെങ്കൽ സഹകാർമ്മികനായി. വികാരി ഫാദർ പോൾസൻ പാലത്തിങ്കൽ, ജനറൽ കൺവീനർ ജോർജ് ചിറ്റലപ്പള്ളി, കൈക്കാരൻ ആഗസ്തി ആലപ്പാട്ട് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ പിതൃസ്മൃതി പുരസ്കാരത്തിന് മഠത്തിൽ രാധാകൃഷ്ണൻ നായരെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. 10,001 രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്ന പുരസ്കാരം ഓഗസ്റ്റ് 3-ാം തീയതി സമ്മാനിക്കും. ഭാരവാഹികളായ KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂരിൽ സ്കൂൾ കോളേജ് NSS വോളണ്ടിയർമാർക്കായി ഏകദിന ശില്പശാല നടത്തി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ C റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പാറപ്പുറം GLP സ്കൂളിന്റെ നവീകരിച്ച കവാടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് അംഗം KK മണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന രമേശ്, രമണി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. CITU ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച അറിവുത്സവം സമാപിച്ചു. സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ചു. പ്രസാദ് കാക്കശ്ശേരി, AS മനോജ്, KP വിനോദ്, TB ദയാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മുട്ടിച്ചൂർ ഷെയ്ഖുന ജലാലുദ്ദീൻ അഹമ്മദ് ഹാജിയുടെ 21-ാം വാർഷിക ഉറൂസ് മുബാറക്കിന് കൊടിയേറി. അബ്ദുള്ള സക്കാഫി മുട്ടിച്ചൂർ കൊടിയേറ്റം നടത്തി. ചൊവ്വാഴ്ച ഖാദിരിയ റാത്തീബ് നടക്കും. വൈകിട്ട് നടക്കുന്ന മൗലീദ് മജ്ലിസിന് EK മുഹമ്മദ് ഔസനി നേതൃത്വം നൽകും.
മുള്ളൂർക്കര CPM നേതാവിനെതിരെ CPI ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ പരാതി. ആറ്റൂർ ഡിവിഷൻ മെമ്പർ അനില വിജേഷാണ് ജില്ലാ പോലീസ് സൂപ്രണ്ടിനും വടക്കാഞ്ചേരി പോലീസിനും പരാതി നൽകിയത്. പഞ്ചായത്തിൽ നടന്ന ക്രമക്കേടുകളെ ചോദ്യം ചെയ്തതിന് CPM ലോക്കൽ സെക്രട്ടറി അബ്ദുൾ സലാം തങ്ങളെ വെച്ചേക്കില്ല എന്ന് ഭീഷണി മുഴക്കിയതായി പരാതിയിൽ പറയുന്നു. തങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്ന് അനില പരാതിയിൽ പറയുന്നു. ഇതേ തുടർന്ന് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അനിലയും 60ഓളം പ്രവർത്തകരും രാജിവെച്ച് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനാണ് നീക്കം. ഡാമുകൾ നിറയുന്നതിനിടെ കനത്ത മഴ തുടരുന്നത് ചാലക്കുടി പുഴ കടന്നുപോകുന്ന പ്രദേശങ്ങളെ ആശങ്കയിലാക്കി. പുഴയിൽ തിങ്കളാഴ്ച രാത്രിയിലെ ജലനിരപ്പ് 3.55 മീറ്ററായി ഉയർന്നു. പെരിങ്ങൽകുത്ത് ഡാമിലെ 4 ഷട്ടറുകൾ 8 അടി വീതം തുറന്ന സാഹചര്യത്തിലാണ് ജലവിധാനം കൂടിയത്. കനത്ത മഴ തുടരുന്നതിനാൽ ഇനിയും വെള്ളം കൂടുവാനാണ് സാധ്യത. ഇതിനിടെ ഷോളയാർ ഡാമിൽ വെള്ളം 52% ഉയർന്നിട്ടുണ്ട്. ഇതിനകം നിറഞ്ഞ തമിഴ്നാട് ഷോളയാറിലെ വെള്ളം പറമ്പിക്കുളം ഡാമിലേക്കാണ് തുറന്നുവിടുന്നത്. പറമ്പിക്കുളത്താകട്ടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ വെള്ളം 72% കൂടി. ഇനിയും മഴ തുടർന്നാൽ ചാലക്കുടി പുഴയിലേക്ക് വലിയ തോതിൽ വെള്ളമെത്തുമെന്ന മുന്നറിയിപ്പാണ് താഴ്ന്ന പ്രദേശങ്ങളെ ആശങ്കയിലാക്കുന്നത്. മഴ ശക്തമായതോടെ ചിമ്മിനി ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. തിങ്കളാഴ്ച രാവിലെ 67.90 മീറ്ററാണ് ഡാമിലെ ജലനിരപ്പ്. 91.98 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഡാമിൽ സംഭരിച്ചിട്ടുള്ളത്. ഇത് ചിമ്മിനിയുടെ മൊത്തം സംഭരണശേഷിയുടെ 60.69%. മഴ ഇപ്പോഴത്തെ നിലയിൽ തുടർന്നാൽ 4 ദിവസത്തിനകം ജലനിരപ്പ് ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള റൂൾ കർവിലെത്തും. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6340 രൂപ, പവന് 50,720 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3424 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ടെമ്പോ ട്രാവലർ ഇടിച്ച് യുവാവ് മരിച്ചു. വിആർപുരം സ്വദേശി ജീസനാണ് മരിച്ചത്. ഭാര്യയ്ക്ക് പരിക്ക്. വടക്കാഞ്ചേരി അകമലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പട്ടാണിക്കാട് വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്താണ് ആനയിറങ്ങിയത്. തുടർച്ചയായി ആനയിറങ്ങുന്നതിൽ ഭീതി പൂണ്ട പ്രദേശവാസികൾ. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഷായിക്കടവ് പാലത്തിൽ വിള്ളൽ. പാലത്തിൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടം സംഭവിക്കുന്നത് പതിവാകുന്നു. തലൂരിൽ സംസ്ഥാനപാതയിൽ റോഡിലെ കുഴികൾ അപകടക്കണിയാകുന്നു. കുഴികളിൽ വീണ് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവായി. വവ്വാലുകളെ കൊണ്ട് പൊറുതിമുട്ടി വേലൂരിനടുത്ത് വെള്ളാറ്റഞ്ഞൂർ ഗ്രാമം. നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വവ്വാലുകളെ നീക്കം ചെയ്യാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവുമായി നാട്ടുകാർ.